ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അമ്പിളിമാമനെ മോഷ്ടിച്ച കഥ കേട്ടിട്ടുണ്ടോ? കാണാതായ അമ്പിളിമാമനെ കണ്ടെത്താനുള്ള കൂട്ടുകാരുടെ സാഹസിക യാത്രയാണ് ഇന്നത്തെ കഥ. പണ്ടൊരിടത്ത് ആവണിക്കാട്ടിൽ മിയയും ബ്രൂണോയും അവരുടെ ഉറ്റ സുഹൃത്തുക്കളും സന്തോഷത്തോടെ താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രി പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. നക്ഷത്രങ്ങൾക്ക് തിളക്കം കുറഞ്ഞു. മറ്റൊരു ദിവസവും ഇല്ലാത്തതുപോലെ കാട് ഇരുണ്ടിരിക്കുന്നു. മിയ, അമ്പിളിമാമനെ കാണുന്നില്ലല്ലോ. ഇന്നലെ കൂടി ഞാൻ കണ്ടതാ. ബ്രൂണോയുടെ ഉറ്റ സുഹൃത്തായിരുന്നു പൂച്ചക്കുട്ടിയായ മിയ. അവളുടെ തിളങ്ങുന്ന സ്വർണ്ണ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി. ശരിയാ ബ്രൂണോ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാറ്റ് വീശുന്നില്ല, നക്ഷത്രങ്ങളെ കാണാനുമില്ല. കാട്ടിലെ മറ്റു മൃഗങ്ങളും പരിഭ്രാന്തിയോടെ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. ഈ അമ്പിളിമാമൻ ഇതെവിടെ പോയേക്കുന്നു? കാടിരുട്ടിലായില്ലേ? ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ മരക്കൊമ്പിലിരിക്കുമ്പോൾ കറുത്തിരുണ്ട ഒരു വലിയ രൂപം റോറോ ഗുഹയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. റോറോ ഗുഹയോ? ആരും അവിടേക്ക് പോകാറില്ല, അത് അപകടമാണ്. അല്ല, അവനെങ്ങാനുമാണോ ഇനി അമ്പിളിമാമനെ മോഷ്ടിച്ചത്? അവർ അവരുടെ ആശങ്കകൾ പരസ്പരം പങ്കുവച്ചു. സത്യമാകുമോ? ആരെങ്കിലും ഇനി അമ്പിളിമാമനെ മോഷ്ടിച്ചു കാണുമോ? ഇത്രയും പെട്ടെന്ന് അമ്പിളിമാമനെ കണ്ടെത്തിയേ പറ്റൂ. ബ്രൂണോ മറ്റുള്ളവരിലേക്ക് ധൈര്യം പകർന്നു. ധൈര്യത്തോടെ അവർ അന്വേഷണത്തിന് തയ്യാറായി. ഇരുണ്ട വനത്തിലെ മരങ്ങൾക്കിടയിലൂടെ ബ്രൂണോയും കൂട്ടുകാരും പതുക്കെ നടന്നു. ഒടുവിൽ അവർ റോറോ ഗുഹയ്ക്കരികിലെത്തി. തണുത്ത കാറ്റും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും ചുറ്റും നിറഞ്ഞിരുന്നു. ഭയാനകമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ഗുഹയുടെ ഉള്ളിൽ നിന്ന് എന്തോ അവരെ നിരീക്ഷിക്കുന്നത് പോലെ അവർക്ക് തോന്നി. പേടിയാകുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? അയ്യോ, കയ്യും കാലും വിറയ്ക്കുന്നേ. ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ അമ്പിളിമാമനെ കണ്ടെത്തുക തന്നെ ചെയ്യും. ബ്രൂണോയുടെ ശബ്ദം ദൃഢനിശ്ചയം നിറഞ്ഞതായിരുന്നു. പക്ഷെ മറ്റുള്ളവർ ഭയന്നു വിറച്ചിരുന്നു. റോറോ ഗുഹയുടെ മുഖം ഒരു ഭീമാകാരനായ മൃഗം വായ തുറന്ന് തങ്ങളെ ഭക്ഷിക്കാൻ നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി. പേടിയുണ്ടടാ എനിക്ക്. പക്ഷെ ആരതിനകത്തുണ്ടായാലും നമ്മളെ ഒന്നും ചെയ്യില്ലായിരിക്കും. അപ്പോൾ ഗുഹയുടെ ഉള്ളിൽ നിന്ന് തിളങ്ങുന്ന രണ്ട് ചുവന്ന കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടു. ഭീമാകാരമായ ചിറകുകളുള്ള ഒരു ഇരുണ്ട രൂപം ചിറകടിച്ച് അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. നിഴൽഭൂതമായ നൊക്റ്റുറയായിരുന്നു. അയ്യോ, ഓടിക്കോടാ, വലിയ വവ്വാല് വരുന്നേ. പേടിയാവുന്നേ. എന്റെ തല കറങ്ങുന്നേ. എന്നാൽ ബ്രൂണോ ധൈര്യത്തോടെ നിഴൽഭൂതത്തിനോട് ചോദിച്ചു, അമ്പിളിമാമനെവിടെ? ചന്ദ്രൻ അവനിപ്പോൾ എന്റെ പക്കലാണ്. അവനെ നിങ്ങൾ മറന്നു. ചന്ദ്രന്റെ പ്രകാശത്തിലേക്ക് എന്റെ ശക്തി വർദ്ധിക്കും. നോ നോ നോ, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ചന്ദ്രനെ കണ്ടെത്താൻ കഴിയില്ല. അമ്പിളിമാമനെ അവൻ കൂട്ടിലാക്കിയേക്കുകയാണ്. നീലാവെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ബ്രൂണോയ്ക്കും കൂട്ടുകാർക്കും വേഗത്തിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. നമുക്ക് അവനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല, പക്ഷെ ബുദ്ധിപൂർവ്വം നേരിടാം. ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, മുങ്ങക്കൂട്ട,
നീ അവന്റെ ചുറ്റും പാറി നടന്ന് ശ്രദ്ധ തിരിക്കണം. ബീബി, നീ അവനെ തുടരെ തുടരെ കുത്തണം. ആ സമയം ടുട്ടു, നീ ആ വലിയ പാറക്കല്ല് തള്ളി താഴേക്കിടണം. അങ്ങനെ പദ്ധതി അനുസരിച്ച് മൂങ്ങക്കുട്ടൻ നിഴൽഭൂതത്തിന് നേരെ തിരിഞ്ഞു. എടാ ചെകുത്താനെ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ വേണം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ കുത്തി ശരിയാക്കുമെടാ. അവർ രണ്ടുപേരും കൂടി നിഴൽഭൂതത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. ഇതെന്താ? അയ്യോ, ക്ഷീണിച്ചു. ഇനി കുറച്ചുകൂടി തള്ളിയാ മതിയാവും. അവസാനം ടുട്ടു ആ വലിയ പാറക്കല്ലിട്ട് അമ്പിളിമാമനെ കൂട്ടിയിട്ട കൂട്ടിലേക്ക് തള്ളിയിട്ടു. ഭയങ്കര ശബ്ദത്തോടെ കൂട് പൊളിഞ്ഞു. അമ്പിളിമാമനതാ കൂടുതൽ പ്രകാശത്തോടെ കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. അയ്യോ അയ്യോ, ഭയങ്കര വെളിച്ചം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. ശക്തിയായ വെളിച്ചം നിഴൽഭൂതത്തിന് തവിട് പൊടിയാക്കി കളഞ്ഞു. അങ്ങനെ ഇരുട്ടുമാറി വെളിച്ചം പരന്നു. ബ്രൂണോയും കൂട്ടുകാരും ചേർന്ന് നിഴൽഭൂതത്തിൽ നിന്നും അമ്പിളിമാമനെ രക്ഷപ്പെടുത്തി. മിയാ, അവസാനം നമ്മൾ ലക്ഷ്യത്തിലെത്തി. നമ്മൾ ഒരുമിച്ച് കാടിനെ രക്ഷിച്ചു ബ്രൂണോ. ലക്ഷ്യം നേടാൻ ധൈര്യം മാത്രം പോരാ, ടീം വർക്കും അത്യാവശ്യമാണ്. അങ്ങനെ അമ്പിളിമാമന്റെ വെളിച്ചത്തിൽ കൂട്ടുകാരെല്ലാവരും ചുറ്റും കൂടി. ഇരുട്ട് നമ്മളെ ഭയപ്പെടുത്തും, പക്ഷേ നല്ല സുഹൃത്തുക്കൾ നമ്മളെ കരുത്തരാക്കും. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? ധൈര്യം, ടീം വർക്ക്, നല്ല കൂട്ടുകാർ, ഇവയെല്ലാം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും വലുതല്ല. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.